ഉറക്കത്തിൽ നിന്ന് നീതുവിനെയും വിളിച്ചെഴുന്നേപ്പിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന വെങ്കിട്ടിനെയും എടുത്തുകൊണ്ട് തുടങ്ങിയ യാത്രയാണ്. വെളുപ്പിന് കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഇരുട്ടുന്നതിന് മുമ്പ് ബംഗളൂരു പിടിക്കാൻ പറ്റും. കാൽക്കുലേഷൻ എല്ലാം കറക്റ്റായിരുന്നു. കുമളി എത്തുന്നതുവരെ മാത്രം. കുമളി എത്തിയതോടെ കമ്പത്തേക്കുള്ള റൂട്ടിൽ ബസ് കുടുങ്ങി റോഡ് ബ്ലോക്കായി. ഞങ്ങളെ വഴിതിരിച്ച് കമ്പമേട് വഴി വിട്ടു. എക്സ്ട്രാ ഓടേണ്ടി വരുന്നത് ഏകദേശം 1.5 മണിക്കൂറാണ്. രാവിലത്തെ കണക്കുകൂട്ടൽ ആദ്യം തന്നെ പൊളിഞ്ഞു. കമ്പമേട് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു മലയിറങ്ങി തമിഴ്നാട്ടിലെത്തിയതോടെ ഭൂപ്രകൃതിയാകെ മാറിയിരിക്കുന്നു. എങ്ങും വ്യത്യസ്തമായ കാഴ്ചകൾ, വിശാലമായ കൃഷിയിടങ്ങൾ, ഹൈവേയിലൂടെ കാളയോട്ട മത്സരം പ്രാക്ടീസ് ചെയ്യുന്ന ജനങ്ങൾ, ധാന്യങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്ന വിശാലമായ റോഡുകൾ, കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ടിരിക്കുന്ന പശുക്കൾ, കർഷകർക്ക് നിർദ്ദേശം നൽകി നിൽക്കുന്ന ഭൂപ്രഭുക്കൾ. എവിടെ നോക്കിയാലും ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത കാഴ്ചകൾ മാത്രം. ക്ഷീണമകറ്റാൻ യാത്രാമധ്യേ ഇടവേളകളെടുത്താണ് യാത്ര മുൻപോട്ട് പോകുന്നത്. 2:45 കരൂർ അടുക്കാറായിരിക്കുന്നു. ഏതോ കടയിൽ നിന്നും ഉച്ചഭക്ഷണം വാങ്ങിക്കഴിച്ച് യാത്ര തുടർന്നു. വെങ്കിട്ടും നീതുവും ഉച്ചമയക്കത്തിലേക്ക് കടന്നു. മനോഹരമായ വിശാലമായ ഹൈവേയിലൂടെ ഞാൻ ഡ്രൈവിംഗ് തുടർന്നു. എത്ര വണ്ടി ഓടിച്ചാലും മടുക്കാത്ത അവസ്ഥ. വഴിയരികിലെ കാഴ്ചകൾക്കാണെങ്കിൽ ഒരു കുറവുമില്ല. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കാഴ്ചകൾ മാറി വന്നുകൊണ്ടിരുന്നു. 5:30 കഴിയുന്നതോടെ നീതുവും വെങ്കിട്ടും പതിയെ എഴുന്നേറ്റിട്ടുണ്ട്. 5:30 നാമക്കൽ കഴിഞ്ഞ് സേലം അടുക്കാറായിട്ടേ ഉള്ളൂ. 6:45 നേരമിരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ സമയം കൊണ്ട് ബംഗളൂരുവിലെത്തുക എന്ന ഉദ്ദേശത്തിലാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ ബംഗളൂരുവിലെത്തണമെങ്കിൽ ഇനിയും 130 പരം കിലോമീറ്റർ ഓടേണ്ടതുണ്ട്. രാത്രിയായതോടെ റോഡിലെ തിരക്കെല്ലാം നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഞങ്ങൾ രാത്രി യാത്ര ചെയ്യാറുള്ളതല്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ രാത്രിയാത്ര ഒട്ടും സുരക്ഷിതമല്ലാത്തത് തന്നെ കാരണം. 9:30 ബംഗളൂരു നഗരത്തിലേക്ക് കടന്നു. ഇനി നേരെ 2-3 ദിവസത്തേക്കായി ബംഗളൂരുവിൽ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ളാറ്റിലേക്കാണ്. 10 മണി കഴിഞ്ഞതോടെ ഫ്ളാറ്റിനടുത്തെത്തി. ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതിനാൽ വീണ്ടും വിശദീകരിക്കുന്നില്ല. ഇനിയൊന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ തന്നെ ബംഗളൂരു കറക്കത്തിനെ ഇറങ്ങണം. യാത്രകൾ തുടരുകയാണ്.